തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് കൂട്ടപ്പലായനമാണ്. ഒരു പാർട്ടിയായാൽ അതിനൊരു പ്രത്യയശാസ്ത്രം വേണം, അതിന് ശക്തമായ നേതൃത്വം വേണം. ഇത് രണ്ടും ഇന്ന് കോൺഗ്രസിനില്ല. മോദി സർക്കാരിനെതിരെ രാജ്യത്ത് ശക്തമായ ജനവികാരമുണ്ട്. പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ മോദി സർക്കാരിനെ താഴെയിറക്കാം. ഒരു വിശാല മതേതര സഖ്യത്തിനായി മതേതര പാർട്ടികളെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. UP-യിൽ തനിച്ച് മത്സരിച്ചാൽ അമേഠി, റായ്ബറേലി എന്നീ മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് ജയിക്കില്ല. അത്തരമൊരു സംസ്ഥാനത്ത് കോൺഗ്രസിന് 18 സീറ്റുകൾ നൽകാൻ സമാജ്വാദി പാർട്ടി തയ്യാറായി. ദില്ലിയിൽ കോൺഗ്രസിന് ഒരു MLA പോലുമില്ല. അവിടെ കോൺഗ്രസിന് 3 സീറ്റുകൾ നൽകാൻ ആം ആദ്മി പാർട്ടി തയ്യാറായി. മഹാരാഷ്ട്രയിലും ബീഹാറിലും സഖ്യകക്ഷികൾ കോൺഗ്രസിന് നൽകുന്നത് അനർഹമായ പരിഗണന. ഭോപ്പാലിൽ ഇന്ത്യ സഖ്യം BJP-ക്കെതിരെ ഒരു റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി. കമൽനാഥിന് റാലിയോട് വിയോജിപ്പുണ്ടായിരുന്നു. സനാതനധർമ്മം വിഷയത്തിൽ ഹിന്ദുത്വ വിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്ന DMK നേതാക്കളെ റാലിയിൽ പങ്കെടുപ്പിച്ചാൽ ഹിന്ദുക്കൾ കോൺഗ്രസിൽ നിന്ന് അകലും എന്നതായിരുന്നു കമൽനാഥിന്റെ ആശങ്ക. കമൽനാഥിന്റെ നേതൃത്വത്തിന് കീഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി നേരിട്ടു. കമൽനാഥ് അഭയം തേടി BJP-യുടെ വാതിലിൽ മുട്ടി. പക്ഷേ മധ്യപ്രദേശിൽ BJP-ക്ക് കമൽനാഥിനെ ആവശ്യമില്ല. നാണംകെട്ട കമൽനാഥ് കോൺഗ്രസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. എന്നാൽ കോൺഗ്രസ് ഇതര മതേതര പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ബീഹാറിൽ RJD-യുടെ നേതൃത്വത്തിൽ നടന്ന പടുകൂറ്റൻ റാലിയിൽ പങ്കെടുത്തത് ലക്ഷങ്ങൾ. मोदी क्या है? मोदी कोई चीज है क्या? ये नरेंद्र मोदी आजकल परिवारवाद पर हमला कर रहे हैं. अरे भाई तुम बताओ ना कि तुमको क्यों परिवार में कोई संतान नहीं तुमको हुआ, बताओ. मोदी साहब की गारंटी है जीरो गारंटी. आपने 10 साल पहले कहा नौजवानों से 2 करोड़ हम रोजगार जो है 2 करोड़ हर साल उसकी सृष्टि करेंगे. हुआ क्या? കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് നേതാക്കളുടെ കൂട്ടപ്പലായനമാണ്. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാന്റെ BJP പ്രവേശനം ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചു. ആദർശ് ഫ്ളാറ്റ് കുംഭകോണ കേസിലെ മുഖ്യപ്രതിയായിരുന്നു അശോക് ചവാൻ. ഏറെ കഷ്ടപ്പെട്ടാണ് കോൺഗ്രസ് അശോക് ചവാനെ രക്ഷിച്ചെടുത്തത്. അഴിമതിക്കാരെ പുൽകാൻ മോദിക്ക് ഒട്ടും വൈമനസ്യമുണ്ടായില്ല. മറ്റൊരാൾ പത്മജ വേണുഗോപാൽ. ഒരു കാലത്ത് ദില്ലിയിലെ കിങ് മേക്കർ ആയിരുന്നു കരുണാകരൻ. ആ കരുണാകരന്റെ മകളാണ് പത്മജ. ഇന്ദിരാഗാന്ധിയുമായും രാജീവ് ഗാന്ധിയുമായും കരുണാകരന് നല്ല വ്യക്തിബന്ധമുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായി പിണങ്ങിയത് പത്മജയെ ചൊല്ലിയായിരുന്നു. 2001 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു. പത്മജയെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കണമെന്ന കരുണാകരന്റെ ആവശ്യം സോണിയ തള്ളി. അതോടെ കരുണാകരൻ സോണിയാഗാന്ധിയിൽ നിന്നകന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കരുണാകരൻ ദുർബലനായി. 2014 മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്കും 2021 തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ചെങ്കിലും പത്മജ പരാജയപ്പെട്ടു. KC വേണുഗോപാൽ, VD സതീശൻ, K സുധാകരൻ അച്യുതണ്ട് KPCC നേതൃത്വത്തെ കൈപ്പിടിയിലാക്കി. അതോടെ പത്മജ തഴയപ്പെട്ടു. ഹൈക്കമാൻഡ് ഇടപെട്ടില്ല. ഒടുവിൽ പത്മജ അഭയം തേടിയെത്തിയത് BJP-യിൽ. ഞാൻ കുറേ കാലങ്ങളായി ഈ പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോകാൻ തീരുമാനിച്ചത്. കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പരാതി കൊടുത്തു 2-3 പ്രാവശ്യം. അതിലൊന്നും ഒരു ഇത് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നേരെ ചവറ്റുകോട്ടയിൽ പോയി എന്നാണ് എനിക്ക് KPC ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് എന്നെ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് എൻ്റെ മണ്ഡലത്തിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം അവിടെ ഒരു 4-5 പേരുടെ കയ്യിലായിപ്പോയി അധികാരങ്ങൾ. കാരണം അവരൊക്കെ അവിടെ പല നേതാക്കളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആളായിട്ട് നിന്നിട്ട് എന്നെ വല്ലാതെ ദ്രോഹിച്ച് എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റാണ്ടായി തുടങ്ങിയ അവസാനം. അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഇതല്ല ഞാൻ ആലോചിച്ചത്. ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നു ഇതിൽ ചേർന്നു. ഇത്രയുള്ള അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതായിട്ടോ ഒന്നുമില്ല. പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയമല്ല.
അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. BJP രണ്ട് കൈയും നീട്ടി നിൽക്കുകയാണ്, എല്ലാ രീതിയിലും സ്വീകരിക്കുകയാണ്. ആവശ്യത്തിന് പണം, സ്ഥാനം വേണ്ടവർക്ക് സ്ഥാനം, എല്ലാം റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഒഴുകാൻ നമ്മുടെ എല്ലിന് കഷ്ടപ്പെട്ട് കൊടുത്താൽ ഓടുന്ന ചില ജീവികളില്ലേ, ആ സൈസ് പിന്നാലെ ഓടുന്ന ഒരു രീതി കോൺഗ്രസിന്റെ ഭാഗത്ത്. ഇന്ന് ചേർന്നയാൾ മാത്രമാണോ BJPയിലേക്ക് പോകുന്നത്? BJPയുടെ ചില പ്രധാന വക്താക്കൾ ചിരിച്ചുകൊണ്ട് പറയാണല്ലോ, ഞങ്ങളുമായി പലരും വിലപേശലാണോ പറഞ്ഞതെന്നറിയില്ല, ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ. വിലപേശലാണ്, വിലയുറപ്പിച്ചവരുണ്ട്. ഇപ്പോ KPCC ജനറൽ സെക്രട്ടറി, നേരത്തെ IT സെൽ തലവൻ, കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഓരോ മക്കൾ BJPക്ക് ദാനം നൽകാനായിട്ട് പോറ്റി വളർത്തുകയായിരുന്നോ? നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ മാത്രം കോൺഗ്രസിന്റെ അധ്യക്ഷനായ നേതാവാണ് രാഹുൽ ഗാന്ധി. അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കുന്നതിനായി മൻമോഹൻ സിംഗിനെ പരസ്യമായി അവഹേളിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി. 2013 സെപ്റ്റംബർ 23 മൻമോഹൻ സിംഗ് ഓർക്കാൻ മടിക്കുന്ന ദിനം. രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാവാനായി വ്യഗ്രത പൂണ്ടു നിൽക്കുന്ന സമയം. ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിനായി മൻമോഹൻ സിംഗ് സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഓർഡിനൻസിനോട് രാഹുൽ ഗാന്ധിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന് ഫോൺ ചെയ്താൽ മാത്രം മതി. ഓർഡിനൻസിൽ രാഹുൽ പറയുന്നത് പോലുള്ള മാറ്റങ്ങൾ വരുത്തും. എന്നാൽ രാഹുലിന് അത് പോരാ. നെഹ്റു കുടുംബത്തിന്റെ അധികാര പ്രമത്തത കാണിക്കണമെങ്കിൽ മൻമോഹൻ സിംഗിനെ പരസ്യമായി അവഹേളിക്കണം. ഓർഡിനൻസിനെ ന്യായീകരിക്കാനായി കോൺഗ്രസ് വക്താവ് അജയ് മാക്കൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലേക്ക് രാഹുൽ ഇരച്ചു കയറി വന്നു. മൻമോഹൻ സിംഗിനെതിരെ ആഞ്ഞടിച്ചു. I'll tell you what my opinion on the ordinance is. My opinion on the ordinance is that it's complete nonsense and that it should be torn up and thrown out. That's my opinion, my personal opinion on the ordinance. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റതോടെ രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. സ്ഥിരം അധ്യക്ഷനായി മല്ലികാർജ്ജുന ഖാർഗെയെ തെരഞ്ഞെടുത്തു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിൽ വീറ്റോ പവറുണ്ട്. പഴയ രാഹുൽ ബ്രിഗേഡിലെ നേതാക്കളിൽ മിക്കവരും ഇന്ന് കോൺഗ്രസിലില്ല. അവശേഷിക്കുന്നവർ എപ്പോൾ വേണമെങ്കിലും പാർട്ടി വിടാം. പ്രതിസന്ധി ഘട്ടത്തിൽ മുൻനിരയിൽ നിൽക്കേണ്ട നേതാവാണ് രാഹുൽ ഗാന്ധി. പക്ഷേ രാഹുൽ ഇപ്പോൾ എവിടെയുമില്ല. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.